ഹേയ് ഗൈസ്, സോ ഇത് നമ്മളുടെ ആദ്യത്തെ ഒരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകാൻ പോവാണ്. അതല്ല പ്രത്യേകത. ഇന്ന് 10 മണിയാണ് ഇപ്പോൾ സമയം. നമ്മൾ ജിമ്മിൽ ആൾ കുറഞ്ഞ സമയം നോക്കിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ഫുൾ ഡേ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളെ പഠിപ്പിക്കുക അങ്ങനെയല്ല, നമ്മളൊരു ഫുൾ ഡേ എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കാൻ പോകണം. ഇനി നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അതിൽ പിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ജിമ്മിൽ പോകുന്നു. നമ്മുടെ ജിമ്മിൽ രാവിലെ 12 മണി വരെ ഉണ്ട്. ഓക്കെ ഗൈസ്, സോ ഞാൻ രാവിലെ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു. നല്ല മഴയായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ല. അങ്ങനെ നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫോൺ കുത്തിയാക്കി ഇട്ടു. A to Z കാര്യം കഴിഞ്ഞു. റൂമൊക്കെ ഇച്ചിരി ചവറ് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പുതിയ ട്രൈപോഡ് വാങ്ങി, ഞാൻ കാണിച്ചു തരാം. മിററുള്ള എവിടെയാണ്. സോ ഞാൻ ഇവിടെ തന്നെ വന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ദിസ് ഇസ് ദ ട്രൈപോഡ്. ഇതാണ് ട്രൈപോഡ് ഞാൻ വാങ്ങിയത്, ഡിജിടെക്. എനിവേ, സോ നമുക്ക് നമ്മളുടെ ജിം ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് പോവാം. അതിന് മുമ്പേ ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ഈ ലൈറ്റ് കണ്ടോ, ഇത് ട്യൂബിനകത്ത് കളർ പേപ്പർ കയറ്റിയതാണ്. സോ അതെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് നമുക്കിനി ജിമ്മിലോട്ട് പോവാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മളുടെ ജിം ബാഗ്. എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ്. നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാം. ഹലോ, നോക്കട്ടെ. കൊള്ളാം, ഫ്രെയിം കിട്ടുന്നോ നോക്കട്ടെ. കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജിം ബാഗിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്കിതിവിടെ സ്റ്റാൻഡ് ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ സ്റ്റാൻഡ് തുറക്കുന്നതാണ് മെനക്കെട്ട പരിപാടി, ഉള്ള പറയാല്ലേ. സോ നമ്മളെ ജിം ബാഗിൽ നമ്മളുടെ വെള്ളം ഇവരാണ് മെയിൻ. ഇതെടുത്തുണ്ടോ, കാരണം നമ്മൾ ജിമ്മിലെ വെള്ളം ഇങ്ങനെ പോയി കുടിക്കുന്ന ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ ഇച്ചിരി വെള്ളം നേരത്തെ എടുത്ത് വയ്ക്കണം, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി ഓക്കെ, നമ്മുടെ ബൈക്കിൻ്റെ ചാവി, ഹെൽമെറ്റ്. ബോട്ടൽ അസ്ലാമലൈക്കും. തന്നോ വകை കിട്ടട്ടെ. എന്താ ആരതില്ല, ഇല്ല ഇല്ല, വെയിറ്റ് തോണ്ട് എടുക്കരുതെന്നാ പറയുന്നത്. വീട്ടിൽ നിന്ന് വെയിറ്റ് തോനെ എടുക്കരുതെന്നാണ്. നമ്മളെന്താ വെയിറ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബൈക്ക് പോയി ഒന്ന് എൻജിനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കോൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ജിമ്മിൻ്റെ കൂടെ വരുന്ന പാർട്ട്ണർ, വാവ് സൂപ്പർ. അതിപ്പോൾ ഞാൻ മൈക്ക് നൈഫിൻ്റെ ഒന്നും എടുത്ത ശരി പണിയുണ്ട്. നമ്മുടെ ലൈറ്റ്നിങ് ആണ് അവൻ്റെ. അപ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിൽ ഒന്നും കൂടെ ഒന്ന് പോകേണ്ടി വരും, കാരണം അവൻ്റെ കയ്യിൽ ലൈറ്റ്നിങ്ങിൻ്റെയും സെറ്റപ്പ് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നിൻ്റെ അടുത്ത് വൈകിട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മോണിറ്റൈസേഷൻ്റെ എന്തോ ഒന്ന് നോക്കാൻ പോണേ. ഓക്കെ, വാ ബ്രോ, അങ്ങോട്ട് പോ വണ്ടി ഇടാ. അങ്ങനെ നമ്മൾ ബൈക്ക് എടുക്കാൻ പോവാണെങ്കിൽ ഇവിടെയൊക്കെ പൊഴിച്ചു തുടങ്ങി. നമ്മുടെ റോഡ് മൊത്തം പൊഴിച്ച് കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും
സാരി കൊടുത്ത് പോകട്ടെ. ഇത് എല്ലായിടത്തും ഓടപ്പരിപാടിയായിട്ട് മൊത്തം സാരി കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ആൻഡ് എല്ലാവരും ഇവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര അഗ്രസീവ് ആൻഡ് ക്ഷമയില്ലായ്മ. അതാണ് നമ്മളുടെ ഇവിടുത്തെ മെയിൻ. എന്തുവാടാ അല്ലടാ നമ്മളങ്ങനെ മൈക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് പറഞ്ഞു ഗൈസ് ഒക്കെ നമുക്ക് മൈക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പോൺസറിനെ കാണിക്കുക. സുഹൃത്തായ അടിമുടി കാണിക്കുക. ആയിഫ് അഗർവാൾ നമുക്ക് മൈക്ക് സ്പോൺസർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് യാത്ര ചെയ്ത് നമുക്ക് ജിമ്മിലോട്ട് പോകാം. പറ്റുന്ന സ്ഥലത്തായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മള് ജിമ്മിന്റെ കീ അവിടെ നിന്ന് കിട്ടി. നമ്മളത് തന്ത്രപൂർവമായി ജിം അങ്ങനെ തുറന്നു കയറി. ഇക്കാക്ക് മെസ്സേജ് ഇട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇക്ക ജിമ്മിൽ കയറുന്നുണ്ടെന്ന്. ഇക്ക വിളിച്ചിട്ട് കിട്ടിയില്ല. സോ അത് വാട്ട്സ് ടുഡേ നമ്മൾ എന്താണ് അടിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡു പുൾ ഡേ. അപ്പൊ നമ്മൾ ഇന്ന് ബാക്ക് ആൻഡ് ബൈസെപ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അതില് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് കാണിച്ചേ. ഓ സെക്സി. അപ്പൊ നമുക്ക് പുള്ളപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ജിമ്മ് ഇച്ചിരി വൈഡിട്ട് പിടിച്ചോണ്ട് വൈഡായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ജിം അല്ലെങ്കിലും കുറച്ച് വൈഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ കൊല്ലത്ത് പോയാൽ വെച്ചിട്ട് ഇച്ചിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജിമ്മാണ് ഇത്. എത്ര പക്ഷെ ഭയങ്കര ആളാണ്. അതേ ഉള്ള ഇവിടെ ഒരു കുഴപ്പം. എന്നിട്ടും ആൾക്കാർ വരും. ആള് ഭയങ്കര കൂടുതലാണ് ഇവിടെ. ഈ ജിമ്മ് സത്യത്തിൽ താഴെയായിരുന്നു ഗൈസ്, താഴെയായിരുന്നു. പിന്നെ ഇത് മുകളിലോട്ട് ആക്കിയതായിരുന്നു. അവരെ ഡബിൾ ആക്കി സ്ക്വയർ ഫീറ്റ്. സോ നമുക്ക് നമ്മളെ വാമപ്പ് ചെയ്യാൻ തുടങ്ങാം. ശരി. നമ്മളങ്ങനെ എം ടി ജിമ്മ് നമ്മളങ്ങ് എടുത്തു. ഈ ജിമ്മിൽ ആരുമില്ല. നമുക്ക് വേണമെങ്കിൽ അലാറാം. കണ്ടില്ലേ? സോ നമുക്ക് വാമപ്പ് ചെയ്യാൻ തുടങ്ങാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ ഇന്നത്തെ വാമപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഫുൾ ഡേയിലേക്ക്. പൊളി മച്ച. ഇവിടെ വാമപ്പ് സെറ്റായ ലാറ്ററൽ പുൾ ഡൗണിലോട്ടാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ. വാവ് സൂപ്പർ. എടുക്കുന്നതിന് 5-6 റീഡ് എടുക്കണം. പ്രൊമോഷൻ പരിപാടികളുണ്ട്. നമുക്ക് ഇവരുടെ PC-യിലാക്കാൻ പോകണം. അവിടെ നിന്ന് ടോട്ടൽ പറഞ്ഞ ഒരു 80% ഷൂട്ടിംഗ് ആയിരിക്കും. രാത്രി ലൈവ്. സൂപ്പർ ബ്രോ. ഞാൻ വെള്ളം എടുക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. സ്ക്വീസി നമുക്ക് സ്ക്വീസ് ചെയ്ത് തന്നെ അടിക്കാം. നമ്മൾ ഫുൾ സെറ്റ് അടിക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് നിൽക്കില്ല. ഇതൊരു സിനിമ ആയിപ്പോവും. അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ ഫുൾ സ്റ്റാക്ക് കൊണ്ട് അടിച്ച് കാണിച്ചു കൊടുക്കാം. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ച. പിന്നെ 15 അടിച്ച 15 കാണിക്കണ്ടെന്ന്. ഓ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത് 15 അടിച്ച 15 ഇത് ഒലത്താനല്ല ഞാൻ ഓക്കെ റിപ്പീറ്റ് അടിക്കുന്നത്. അല്ലാ ഇത് ഞാൻ അടിക്കുമ്പോൾ 3 അടി അതൊക്കെ കാണിച്ചാൽ മതി. അപ്പൊ 3 കഴിഞ്ഞാൽ കട്ട് ചെയ്യാം. ഇപ്പോഴല്ലേ എഡിറ്റ് ചെയ്യുമ്പോ ഈ വെടി എന്തൊരു മൊണ്ണയാണ്. ഇതൊക്കെ എൻ്റെ ഒരു ആക്ടിങ് അല്ലേ. ഓക്കെ ഓക്കെ. വീട്ടിൽ പോകുമ്പോഴേ ആ ട്രിമ്മറും ചുമ്മാ കുത്തിയിടണേ. ഓക്കെ. ഇന്ന് ആദ്യം ട്രിമ്മറിനെ അങ്ങ് എടുത്തിടാവേ. ഓക്കെ. എന്നിട്ട് ബാക്കി എടുത്തെടുക്കുക. ഓക്കെ. ദാഹം കൂടുന്നു. 2 3 എത്രാം സെറ്റ്? സെക്കൻഡ് സെറ്റാണ്. സെക്കൻഡ് ഉള്ളതിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞു. നമ്മളെ കൈയൊക്കെ ബ്ലഡ് കയറി കറുത്ത് പോയി. കണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് അടിക്കാം. ആൽബോ കയറ്.
അയ്യോ. ഇവിടുത്തെ ജിമ്മിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് ഇപ്പോൾ വിങ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ ആ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ആ മസിലൊന്ന് ഇതായി കൊടുക്കണം, പോസ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം എല്ലാവർക്കും ഒരു നാണക്കേടാണ്, മനസ്സിലായില്ലേ? അതില്ലാത്തവൻ വല്ലതും ചെയ്താൽ പിന്നെ ഇല്ലാത്തവന്മാർ ചെയ്താൽ ഈ നാണിച്ച് നിൽക്കുന്നവർ അവിടെ നിന്ന് കുറ്റം പറയും, അവൻ്റെ ഷോ ഉണ്ടോ. ആ പറച്ചിൽ കേൾക്കുമോ എന്നുള്ള പേടി കാരണമാണ് ആരും ചെയ്യാത്തത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെയ്യുന്നവർക്ക് കുറ്റവും. നമ്മൾ വ്ളോഗ് എടുക്കുന്നു. അപ്പോൾ നമ്മളാണ് ഇവിടെ ഫസ്റ്റ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ വേറെ ആൾക്കാർ കൊണ്ട് ഫോണൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. ഒരാൾ ഹെഡ്ഫോൺ കൊണ്ടുവന്ന് അടുത്ത ദിവസം ബാക്കി എല്ലാവരും ഹെഡ്ഫോൺ കൊണ്ടുവരും. അങ്ങനത്തെ സെറ്റപ്പ്. കയ്യില്ലാത്ത ഉടുപ്പ് ഇവിടെ ഇട്ടാ ആദ്യം കുറ്റം പറയും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അവന്മാർ ഇട്ടുകൊണ്ട് വരും. അതൊക്കെ ഇവിടെ ബോഡി ഉള്ളവരിടും, ആ ബോഡി ഉള്ളവരിടും, ഇല്ലാത്തവന്മാർ ഇട്ടാ പണിയാണ്. ഇല്ലാത്തവരും ഇടും. ഇപ്പം ഇടുന്നുണ്ടല്ലോ, ഇപ്പം ഇടുന്നുണ്ട്. നമ്മളെ കണ്ടു. പിന്നെ നമ്മളെ സ്ഥലം പള്ളിമുക്കുണ്ട്, അവിടെ ഇതൊക്കെ ഹറാമാ. ഇവിടെ നമ്മൾ ഇതൊക്കെ ഇട്ട് ബൈക്കിൽ പോയാൽ അവർ ചിലപ്പോൾ സവാള അരിക്കൊണ്ടിരിക്കുകയല്ലോ, അവരിങ്ങനെ നോക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ചൂടിലടിക്കുമ്പോഴാണ് ബോഡി ഒന്ന് ഇളകുന്നത്. ഗ്ലൂക്കോസ് വല്ലതും ഇട്ട് വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു. ഷുഗർ കട്ടാണേ. ഷുഗർ കട്ടല്ല, നമ്മൾ മുമ്പത്തെ കാട്ടി ഷുഗറിൻ്റെ എമൗണ്ട് കുറച്ച്. ഇപ്പം ഞാൻ ഷുഗർ കഴിക്കുന്നത് എത്രയാണെന്ന് പറയുക, ചായയിൽ മാത്രം. എന്ന് വെച്ചാൽ മുമ്പിടുന്ന പോലെ ഇടത്തില്ല, ഒരു പേരിന് പഞ്ചസാര ഇടും. അല്ലെങ്കിൽ ഒരുമാതിരി തുടക്കം എടുത്ത് പഞ്ചസാര മാറ്റിക്കളഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും. പിന്നെ നമ്മൾ ഈ ജങ്ക് ഫുഡ് ഞാനും നിർത്തി. ഓക്കെ സായസ് ബ്രോയെ നിർത്തി. പക്ഷെ സായസിന്റെ വീട്ടിൽ മൊത്തം ലൈസിന്റെ കവറാണ്. അതിന്റെ പഴയതാണ്. അന്ന് ഇവരെ പറഞ്ഞില്ലല്ലേ, ലൈവിലല്ലേ പറഞ്ഞ. അന്ന് ഞാൻ ഒരു ദിവസം സായിസ് ബ്രോ ഇന്നലെ ലൈവിൽ ഇങ്ങനെ പറയും. എക്സാമ്പിൾ ഇന്നലെ ഇങ്ങനെ പറയും, ഗൈസ് നിങ്ങൾ അറിഞ്ഞോ ഞാനും അതിലും ജങ്ക് ഫുഡ് എല്ലാം നിർത്തി. എന്നിടയ്ക്ക് ഓക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പൊക്കി പറഞ്ഞിട്ട് അടുത്ത ദിവസം സായസിന്റെ വീട്ടിൽ പോയി. സായസ് ആദ്യ റൂമിൽ കയറി പോയിട്ട് ഒരു ബിങ്കോടെ കവർ അടിച്ച് കട്ടിൻ്റെ അടിയിലോട്ടെങ്കിൽ എന്നിട്ട് തിരികെ കിട്ടുക. എന്താണ് അത് പഴയതാണ്. പണ്ട് ഞാനൊരു ജങ്ക് അഡിക്റ്റ് ആയിരുന്നു. 50 രൂപ 80 രൂപയുടെ പാക്കറ്റ് ഇപ്പം നിർത്തി. ഞാൻ സുപ്രീമിൽ പോയിട്ട് ഡൊറീറ്റോസിന്റെ കവർ കണ്ട സുപ്രീം പോയിട്ട് ഡൊറീറ്റോസ് മേടിച്ചെന്ന്. ഡൊറീറ്റോസിന്റെ കവർ കണ്ട് ഞാൻ എടുത്തിട്ട് തിരിച്ച് അതുപോലെ വെച്ച് എടുത്തത് വാങ്ങാൻ. പിന്നെ ഓർത്ത എന്റെ ഗോളാണ് വലുത്. അടിയടോ ചൂട് ഇളകും. നമുക്ക് കയ്യില്ലാത്തിട്ട് വീട്ടിൽ പോവാനുള്ളതാ, നിന്നെ ഇറക്കി എനിക്ക് പോവാനുള്ളതാ. അയ്യോ. രണ്ടാമത്തെ സെറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂട് എടുക്കുന്നു. അയ്യോ അടിച്ച് പൊട്ടിക്കുന്നു. നമ്മളിത് കറക്റ്റ് വെയിറ്റ് അടിച്ചില്ലെങ്കിൽ നമ്മൾ ട്രൈസെപ്സ് ടൈറ്റ് ആവും. സോ നമുക്ക് പറ്റുന്ന ഇപ്പം എത്ര വെയിറ്റ് കുറവാണേലും കുഴപ്പമില്ല, നിങ്ങൾ അടിക്കുന്ന റെപ്പും അടിക്കുന്ന പൊസിഷനും അടിക്കുന്ന മസിലും ഫോക്കസ് ചെയ്ത് കറക്റ്റിന് അടിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ചിലപ്പോൾ 5 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, നമ്മളിപ്പോൾ ഇന്നലെ വന്നവരായിരിക്കും. അപ്പോൾ അതേ വെയിറ്റ് ഇട്ട് അടിക്കണമെന്നും പറഞ്ഞ് അവരെ തോപ്പിക്കാൻ വേണ്ടി അടിക്കരുത്. ഇറ്റ് മീൻ നോ ഈഗോ ലിഫ്റ്റിംഗ്. അത്രയേ ഉള്ളൂ. നല്ല ചൂട്, നിൽക്കാൻ പറ്റാത്ത ചൂട്. ഇനി ഇതെല്ലാം ഇട്ട് ബൈക്കിൽ പുറത്തൂടെ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ടെൻഷൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത വർക്കിലോട്ട് പോയിരിക്കുന്നത് നമ്മൾ ഷ്രക്സിന് വേണ്ടിയാണ് ഗൈസ് അടിക്കുന്നത്. ഷ്രക്സിന് വേണ്ടിയാണ് ഗൈസ്. ഷ്രക്സ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പമ്പായിട്ട് നിൽക്കും. നമ്മൾ തിരിഞ്ഞ് എന്നിട്ട് നമ്മൾ 15 നമ്മൾ 30 കിലോ ആണ് മച്ചന്മാരെ എടുത്തേക്കാൻ പോണത്. അതില് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഗൈസ് നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are gonna do biceps.
ഗൈസ് നമ്മളെ ഈ ടൈം അല്ല ജിം ടൈം. നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ 6 മണി 7 മണി 8 മണി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയത്. പക്ഷേ ജിമ്മിലൊക്കെ പറഞ്ഞാൽ ഇവിടെ ചൂടാണ്, അതാണ് സഹിക്കാൻ പറ്റാത്തത്, അല്ലാണ്ട് വേറെ സീനൊന്നും. ഇതെടുത്ത് നമ്മള് ആദിൽ ബ്രോയാണ് അടിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു സെറ്റ് മാത്രം കേട്ടോ തുണി ഇല്ലാണ്ട് അടിക്കുന്നത്. സൂപ്പർ ബോയ്. പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ചാക്കിന്റെ വള്ളിയാന്ന് വിചാരിക്കരുത്. കാരണം ഇത് ഈ പാൻറ് ഞാൻ തുണി കഴിയപ്പം ഇതിനകത്തുള്ള ആ കെട്ടുന്ന സാധനം എവിടെയോ പോയി. അപ്പൊ ഞാൻ വേറെ നിക്കറിന്ന് ഊരി എഴുതി കയറ്റിയിട്ടു. അതിനെന്താണ് ഇപ്പൊ അതിലടാ ട്രെൻഡ്, ഉടുപ്പില്ലാതെ അടിക്കണത്, ഉണക്കായിട്ടേക്കുന്ന രണ്ട് തുണി. ഇപ്പോൾ സമയം 1 മണിയായി. എന്നിട്ട് രാവിലെ തന്നെ ഒന്ന് എടുക്കാം. പക്ഷെ ആ ആളായിരിക്കും ഈ ആംഗിളിലൊക്കെ വെച്ചിട്ട് പോയാലേ പൊളപ്പനായിരിക്കും. എടാ അതിലേ ആ ഫ്രണ്ട് ഇരിക്കുന്ന പൊട്ടിയ കണ്ണാടി ഞാനും തമ്മിലുള്ള താഴെ അവരുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞ താഴെ കൊണ്ടുപോയി ഓഫീസ് വെക്കാൻ. ജിമ്മിന്റെ മുകളിലാകുമ്പോ കുറച്ച് തട്ടലും മുട്ടലും കേൾക്കും. അങ്ങേരും ഇറങ്ങിയില്ലേ അന്ന് കോറില് ഇറങ്ങിയ രക്ഷയുടെ അടുത്തിട്ട് വലിച്ചം കിട്ട്. എന്നിട്ട് എങ്ങനെ നോക്കിയപ്പോ ജിമ്മാകുമ്പോ കുറച്ച് ആളും അനക്കൊക്കെ വേണം. പിന്നെ കുറച്ചാൾ 1 മാസം കഴിഞ്ഞു ആരും ഇട്ട് ഡാ 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 ചുമ്മാ താഴത്തെ ഒരു ചീത്ത വിളിക്കും. അവരുടെ ഗോൾഡ് ലോണിന്റെ ഓഫീസ് എടുത്ത് താഴെ താഴെ ഇതിന്റെ അല്ല കോറിന്റെ താഴെ KFC കഴിച്ചോറി വിടും പീസ്ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഒരു ജിമ്മിന്റെ താഴെ ബ്രോസ്റ്റഡ് ചിക്കന്റെ കട, അതിന്റെ താഴെ ബാങ്ക്, അതിന്റെ താഴെ ബാങ്ക് കടമെടുത്ത് പോയി കഴിച്ചിട്ട് പൈസ ATM ന്ന് പൈസ എടുത്ത് ബ്രോസ്റ്റഡ് കഴിച്ചിട്ട് പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബേൺ ചെയ്ത് കളയാം. സത്യം. ആക്ഷൻ ഗൈസ്. അങ്ങനെ നമ്മുടെ ബാക്ക് ആൻഡ് ബൈസ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി 4 ആംസിലോട്ട് പോവാണ്. 4 ആംസ് നമ്മൾ ഒരുപാടും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ഓൾറെഡി 4 ആംസ് ആക്റ്റീവ് ആയി. അതെ അതെ അതെ. കുറച്ച് വെയിറ്റ് നമുക്ക് അപ്പ് ചെയ്യാം. ചൂടുണ്ടാ വെയില് പേടി മാറിയില്ല. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പണിക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. ലിഫ്റ്റ് ഈറ്റ് സ്ലീപ്പ് റിപ്പീറ്റ്. സത്യം എണീറ്റിട്ട് ഓടാനൊന്നും. പോണേ ഓക്കെ, സെക്കൻഡ് സെറ്റ് ഓഫ് 4 ആംസ് ആണ് ഗൈസ്. നമ്മൾ 3 സെറ്റ് അടിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം 3 സെറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 2 സെറ്റ് ആകുമ്പോൾ ക്യാമറ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ 1 വാമപ്പും 3 വർക്കിംഗ് സെറ്റും ആയിരിക്കും. പക്ഷെ നമ്മൾ കാണിക്കുന്ന 1 വാമപ്പും 2 വർക്കിംഗ് സെറ്റും ആണ്. ഓ സൂപ്പർ, സൂപ്പർ ബ്രോ. നൈസ്. നമ്മൾ വർക്കൗട്ട് മൊത്തം കഴിഞ്ഞു. നമുക്ക് 2 പോസ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഓണല്ലേ ക്യാമറ.
വേറൊരു വഴിയുണ്ട്. ഉടുപ്പ് വലിച്ചിട്ട് വേണം, അത് പിന്നെ ഇടണ്ടല്ലോ. പക്ഷെ തൊപ്പി കിടക്കുന്ന കടി തീർന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ അപ്പോഴേ പറയാം, സാംസുലിക്ക് വേറെ, സായിസലി വേറെ. തൊപ്പി ഇടാന്നുണ്ട് എപ്പൊ ബെഡ് ആയിട്ട് വരായിരുന്നു. വേറെ അച്ചട്ട് പിടി, എന്നിട്ട് വേറെ അച്ചട്ട് പിടിച്ചേ. ഇത്ര ഫുഡ് കേട്ടാ രാവിലെ ചെയ്യണ്ടത്. ഫുഡ് കയറ്റണോ? ഫുഡ് കേറിയെന്ന്. ഇതെന്തൊരു കുരു. ഇങ്ങനെ നാണിച്ചിരിക്കാതെ ഈ നെഞ്ച് വിരിച്ച് വയറകത്തോട്ട് പിടിച്ചിട്ട് അത്ര കഴിയണ്ട. ഇവിടെ അങ്ങ് അമ്മിക്ക് കൂടെ അകത്തോട്ട്. അപ്പോൾ ഇവിടെ തള്ളി നിൽക്കണം. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ സൈസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചെസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ബാക്ക് അങ്ങ് തള്ളി വരും. ഇവിടെ ക്യാമറ ആംഗിൾ കറക്റ്റാ. വിങ്സ് പിടിക്കുമ്പം നീ ഫ്രണ്ടിലോട്ട് നിൽക്കില്ലേ, നീ ബാക്കിലോട്ട് പോയിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇറക്കി കൊടുക്കണം. മൊത്തം സ്ട്രെച്ച് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട്. അതെനിക്കറിയത്തില്ല. ഗോകുൽ പൃഥ്വിരാജിന്റെ ചെന്നൈയിലെ ട്രെയിനർ പറഞ്ഞത് ഇപ്പിടി പിടി. അപ്പൊ നീ ഇങ്ങനെ വേണം, നീ പിടിച്ച്, നീ ട്രെയിനർ പറഞ്ഞ എപ്പിടി എണ്ണ. അയ്യേ എന്തുവാണ് കാണിക്കുന്ന ചീറപ്പ്. അപ്പൊ ഗൈസ് നമ്മളെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് നല്ലൊരു ലെഗ് സെഷൻ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. സോ ബൈ ഗൈസ്.